നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളത്തിൽ തീപിടുത്തത്തെ തുടർന്ന് വിമാന ഗതാഗതം തടസ്സപ്പെട്ടു. ലോകമെമ്പാടുമുള്ള എയർലൈൻസുകളുടെ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിൽ. ഹീത്രോ വിമാനത്താവളം വെള്ളിയാഴ്ച മുഴുവൻ അടച്ചിടും. മിഡ്വെസ്റ്റിലും മധ്യ യുഎസിലുമുള്ള നിരവധി സംസ്ഥാനങ്ങളിലും കനത്ത നാശം വിതച്ച് കൊടുങ്കാറ്റ്. പിന്നാലെ കനത്ത മഞ്ഞുവീഴ്ചയും ഇടിമിന്നലും. ഉക്രൈനിലെ വെടിനിർത്തൽ സാധ്യമാക്കാൻ കൂടുതൽ ഉപരോധങ്ങളിലൂടെ റഷ്യയിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള നീക്കവുമായി യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ. ഇടഞ്ഞ് ഹംഗറി. ഉക്രൈനുമായുള്ള സമാധാന കരാർ ലംഘിച്ചാൽ വ്ളാഡിമിർ പുടിൻ കഠിനമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. മുന്നറിയിപ്പുമായി UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. തിങ്കളാഴ്ച സൗദിയിൽ US പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വ്ളാഡിമിർ സെലൻസ്കി. റഷ്യൻ സൈന്യത്തിന്റെ ആക്രമണങ്ങളിൽ നിന്നും ഒഴിവാക്കേണ്ട ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളുടെ പട്ടിക നൽകും. ഗാസയിൽ വ്യാഴാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന്റെ മരണസംഖ്യ 100 കടന്നതായി റിപ്പോർട്ട്. കരയുദ്ധവും കടുപ്പിച്ച് ഇസ്രായേൽ. അമേരിക്കയിൽ മുട്ടക്ഷാമം രൂക്ഷം. USന് മുട്ടയിൽ പണികൊടുത്ത ഫിൻലൻഡ്. ലോകത്തിലെ ഏറ്റവും സന്തോഷകരമായ 10 രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് ഓസ്ട്രേലിയ പുറത്തേക്ക്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ പുഷ്പോത്സവത്തിന് ഊട്ടിയിൽ മെയ് 16 തുടക്കം. വാർത്തകൾ വിശദമായി. ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളത്തിൽ തീപിടുത്തത്തെ തുടർന്ന് വിമാന ഗതാഗതം തടസ്സപ്പെട്ടു. ഇതോടെ ലോകമെമ്പാടുമുള്ള എയർലൈൻസുകളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു. സബ്സ്റ്റേഷനിലെ തീപിടുത്തത്തെ തുടർന്ന് ഹീത്രോ വിമാനത്താവളം വെള്ളിയാഴ്ച മുഴുവൻ അടച്ചിട്ടു. പുലർച്ചെ 100-ലധികം വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. യാത്രക്കാർ യാത്ര ചെയ്യാനെത്തരുതെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. വിമാനത്താവളത്തിലേക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്ന ഒരു ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനിലുണ്ടായ തീപിടുത്തം കാര്യമായ വൈദ്യുതി തടസ്സത്തിന് കാരണമാവുകയും ആയിരക്കണക്കിന് വീടുകൾക്ക് വൈദ്യുതി തടസ്സപ്പെടുകയും ചെയ്തു. ആഗോള യാത്രാ ഹബ് തുറക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് അത്യാഹിതം സംഭവിച്ചത്. ഇതിനകം ഇവിടേക്ക് വരികയായിരുന്ന കുറഞ്ഞത് 120 വിമാനങ്ങളെങ്കിലും വഴിതിരിച്ചുവിടുകയായിരുന്നു. ബ്രിട്ടീഷ് എയർവേസും വിർജിൻ അറ്റ്ലാന്റിക്കും സമീപത്തുള്ള കാറ്റ്വിക്കിലേക്ക് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. കാൻഡസ് എയർവേസ് പെർത്ത് ലണ്ടൻ വിമാനം പാരീസിലേക്കും യുണൈറ്റഡ് എയർലൈൻസ് ന്യൂയോർക്ക് വിമാനം അയർലൻഡിലെ ഷാനിലേക്കും തിരിച്ചുവിട്ടു. USൽ നിന്നുള്ള ചില വിമാനങ്ങൾ ആകാശത്ത് വെച്ച് തിരിഞ്ഞ് പുറപ്പെടൽ സ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ 2 റൺവേ വിമാനത്താവളങ്ങളിൽ ഒന്നായ ഹീത്രോവിൽ ഒരു ദിവസം ഏകദേശം 1300 ടേക്ക് ഓഫുകൾ ലാൻഡിങ്ങുകളും നടക്കുന്നുണ്ട്. ഉക്രൈനിലെ വെടിനിർത്തൽ സാധ്യമാക്കാൻ കൂടുതൽ ഉപരോധങ്ങളിലൂടെ റഷ്യൻ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ നിലപാട് കടുപ്പിക്കുന്നു. എന്നാൽ ഈ തീരുമാനത്തിനെതിരെ ഹംഗറി നിലപാടെടുക്കുകയാണ്. ഉക്രൈന്റെ വ്ളാഡിമിർ സെലൻസ്കിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം റഷ്യയിൽ കൂടുതൽ ഉപരോധങ്ങൾ ചുമത്താനും നിലവിലുള്ള നടപടികൾ ശക്തിപ്പെടുത്താനും തയ്യാറാകണമെന്ന് ബ്രസൽസിൽ നടന്ന യോഗത്തിൽ EU നേതാക്കൾ സമ്മതിച്ചു. യുദ്ധം അവസാനിപ്പിക്കാൻ യഥാർത്ഥ രാഷ്ട്രീയ ഇച്ഛാശക്തി കാണിക്കാൻ യൂറോപ്യൻ കൗൺസിലർ റഷ്യയോട് ആവശ്യപ്പെടുന്നു എന്ന ഉക്രൈൻ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു EU വാചകത്തെ പിന്തുണയ്ക്കാൻ ഹംഗറിയുടെ വിക്ടർ ഓർബൻ വിസമ്മതിച്ചതാണ് ഐക്യപ്രകടനത്തെ ബാധിച്ചത്. 2 ആഴ്ച മുമ്പ് ഹംഗേറിയൻ പ്രധാനമന്ത്രിയും EU നിലപാടിനെ പിന്തുണയ്ക്കാൻ വിസമ്മതിച്ചു. ഉക്രൈനുമായുള്ള സമാധാന കരാർ ലംഘിച്ചാൽ വ്ളാഡിമിർ പുടിൻ കഠിനമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ മുന്നറിയിപ്പ് നൽകി. ലണ്ടന് പുറത്തുള്ള നോർത്ത്വുഡ് സൈനിക താവളത്തിൽ വെച്ച് 31 രാജ്യങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഓൺലൈനിൽ സന്ദർശിച്ചതിനു ശേഷമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റിന് മുന്നറിയിപ്പ് നൽകിയത്. സമാധാന കരാറിന്റെ ഭാഗമായി കീവ് എങ്ങനെ സ്വയം പ്രതിരോധിക്കണമെന്ന് തീരുമാനിക്കാൻ പുടിനെ അനുവദിക്കില്ലെന്ന് സ്റ്റാമർ പറഞ്ഞു. സഖ്യസേനയെ ഉക്രൈനിയൻ സൈനികരെ പിന്തുണയ്ക്കാൻ വിന്യസിക്കുമെന്നും പകരം അവരെ മാറ്റിസ്ഥാപിക്കണമെന്നും സ്റ്റാമർ പറഞ്ഞു. തിങ്കളാഴ്ച സൗദിയിൽ US പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും റഷ്യൻ സൈന്യത്തിന്റെ ആക്രമണങ്ങളിൽ നിന്ന് ഒഴിവാക്കേണ്ട ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളുടെ പട്ടിക നൽകുമെന്നും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. തുടർന്ന് US പ്രതിനിധികൾ റഷ്യൻ ചർച്ചാ സംഘവുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് സെലൻസ്കി വ്യാഴാഴ്ച പറഞ്ഞു. വ്ളാഡിമിർ പുടിന്റെ ഉക്രൈൻ അധിനിവേശം ആസൂത്രണം ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു മുൻ FSB മേധാവിയുടെ നേതൃത്വത്തിലുള്ള റഷ്യ ചർച്ചാ സംഘവുമായി US വെടിനിർത്തൽ ചർച്ചകൾ നടത്തുന്ന സൗദിയിൽ ഉക്രൈനും ഒരു പ്രതിനിധി സംഘം ഉണ്ടാകും. റഷ്യ ഉക്രൈൻ സമാധാന ചർച്ചകൾക്ക് മുമ്പ് റഷ്യ അനാവശ്യ ആവശ്യങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. സൗദി അറേബ്യയിൽ സമാധാന ചർച്ചകൾക്കായി ഉക്രൈനിയൻ US ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തുമെന്ന് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. അതേ ദിവസം തന്നെ ക്രെംലിനിൽ US റഷ്യ ചർച്ചകൾ നടക്കുമെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്ന അനാവശ്യ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് നിർത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗാസയിൽ വ്യാഴാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മരണസംഖ്യ 100 കടന്നതായി റിപ്പോർട്ട്. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 190 കുട്ടികൾ ഉൾപ്പെടെ 510 പേർ മരിച്ചെന്ന് ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി പറഞ്ഞു.
ആക്രമണങ്ങൾക്ക് തിരിച്ചടി എന്ന നിലയിൽ വ്യാഴാഴ്ച ഇസ്രയേലിലെ ഡെൽ അവീവിലേക്ക് ഹമാസ് റോക്കറ്റ് അയച്ചു. റോക്കറ്റുകളിലൊന്ന് ആകാശത്ത് വെച്ച് തന്നെ തടഞ്ഞെന്നും 2 ജനവാസമില്ലാത്ത മേഖലയിലാണ് പതിച്ചതെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. വടക്കൻ ഗാസയിൽ കരയാക്രമണം ആരംഭിച്ച ഇസ്രയേൽ തെക്കുള്ളവരെ ഇവിടേക്ക് വരാൻ അനുവദിക്കില്ലെന്ന് അറിയിച്ചു. വെടിനിർത്തൽ കരാർ നിലനിർത്താനുള്ള ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്നും ഇസ്രായേൽ ഉടൻ ആക്രമണം അവസാനിപ്പിക്കുകയും 2ാം ഘട്ട വെടിനിർത്തലിനുള്ള ചർച്ച ആരംഭിക്കുകയും വേണമെന്ന് ഹമാസ് പറഞ്ഞു. മിഡ്വെസ്റ്റിലും മധ്യ US-ലുമുള്ള നിരവധി സംസ്ഥാനങ്ങളിലും വീശിയടിച്ച കൊടുങ്കാറ്റ് നാശം വിതച്ചു. കൊടുങ്കാറ്റ് കനത്ത മഞ്ഞുവീഴ്ചയ്ക്കും ഇടിമിന്നലിനും കാരണമായി. ഇതേ തുടർന്ന് യാത്രാ തടസ്സങ്ങൾ ഉണ്ടായി. നിലവിൽ കാൻവാസ് മുതൽ മിനസോട്ട വരെ ഹിമപാത മുന്നറിയിപ്പുകൾ ഉണ്ട്. കൊടുങ്കാറ്റ് സിസ്റ്റം കിഴക്കോട്ട് നീങ്ങുമെന്നും US-ന്റെ കിഴക്കൻ തീരത്തേക്ക് നീങ്ങുമെന്നാണ് റിപ്പോർട്ട്. അമേരിക്കയിൽ മുട്ടക്ഷാമം രൂക്ഷം. US-ന് മുട്ടയിൽ പണി കൊടുത്ത് ഫിൻലാൻഡ്, ഡെൻമാർക്ക്, സ്വീഡൻ, നെതർലാൻഡ് രാജ്യങ്ങളെ മുട്ടയ്ക്കായി അമേരിക്ക സമീപിച്ചിരുന്നതായും എന്നാൽ ഫിൻലാൻഡ് ഇതിനോടകം വിസമ്മതം അറിയിച്ചതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന് പിന്നാലെ മുട്ട കയറ്റുമതി ചെയ്യുന്നതിനുള്ള സാധ്യത പരിശോധിക്കുന്നതിന് അമേരിക്ക ലിത്വാനിയയെ സമീപിച്ചു. വാർസോയിലെ US എംബസി മുട്ട കയറ്റുമതി സാധ്യതകളെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടെന്നും ലിത്വാനിയൻ കമ്പനികളുടെ മേധാവികളുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയെന്നും ലിത്വാനിയൻ പൗൾട്രി അസോസിയേഷന്റെ തലവൻ ചൂണ്ടിക്കാട്ടി. US വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിടാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. US വിദ്യാഭ്യാസ സെക്രട്ടറി ലിൻഡ മക്വാനിനോട് വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിടാൻ ട്രംപ് നിർദ്ദേശിച്ചു. ഒരു ഫെഡറൽ വകുപ്പ് ഔദ്യോഗികമായി അടച്ചുപൂട്ടുന്നതിന് കോൺഗ്രസിന്റെ അനുമതി നേടേണ്ടതിന്റെ ആവശ്യകതയെ മറികടക്കാൻ ശ്രമിക്കുന്നതാണ് ട്രംപിന്റെ ഈ തീരുമാനം. സമീപ വർഷങ്ങളിൽ ബജറ്റിന്റെ വലിപ്പം ഇരട്ടിയിലധികം വർദ്ധിച്ചുവെന്നും എന്നിരുന്നാലും ദേശീയ പരീക്ഷാ സ്കോറുകൾക്ക് മെച്ചപ്പെട്ടിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇസ്രായേലിന്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഷിൻ ബെറ്റിന്റെ മേധാവി റോണൻ ബാറിനെ പുറത്താക്കാൻ ഇസ്രായേൽ സർക്കാർ അനുമതി നൽകി. അഴിമതി കുറ്റത്തിന് വിചാരണ നേരിടുന്ന റോണൻ ബാറിന്റെ അടുത്ത സഹായികളെ ഇന്റലിജൻസ് ഏജൻസികൾ അന്വേഷിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. റോണൻ ബാറിന്റെ കാലാവധി അവസാനിപ്പിക്കാനുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിർദ്ദേശം സർക്കാർ ഏകകണ്ഠമായി അംഗീകരിച്ചു. വൻ പ്രതിഷേധങ്ങൾക്കിടയിലാണ് റോണൻ ബാറിന്റെ പുറത്താക്കൽ. മെക്സിക്കോയുടെ വെള്ളം പങ്കിടൽ അഭ്യർത്ഥന US നിരസിച്ചു. അതിർത്തി നഗരമായ ടിജുവാനയിലേക്ക് പ്രത്യേക ജലവിതരണം നടത്തണമെന്ന മെക്സിക്കോയുടെ അഭ്യർത്ഥന ഇതാദ്യമായാണ് അമേരിക്ക നിരസിക്കുന്നത്. 1944 ജലപങ്കിടൽ ഉടമ്പടി പ്രകാരം മെക്സിക്കോയുടെ ജലവിതരണത്തിലെ തുടർച്ചയായ കുറവുകൾ അമേരിക്കൻ കൃഷിയെ, പ്രത്യേകിച്ച് റിയോ ഗ്രാൻഡെ താഴ്വരയിലെ കർഷകരെ ബാധിച്ചിരുന്നു. തുടർന്നാണ് മെക്സിക്കോയ്ക്കെതിരെ ട്രംപിന്റെ ഈ തിരിച്ചടി. ലോകത്തിലെ ഏറ്റവും സന്തോഷകരമായ 10 രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് ഓസ്ട്രേലിയ പുറത്തായി. ഏറ്റവും പുതിയ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരമുള്ള വിവരമാണിത്. 2024 1ാം നിരയിലായിരുന്നു ഓസ്ട്രേലിയ. എന്നാൽ ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം ഓസ്ട്രേലിയ 11ാം സ്ഥാനത്തും ന്യൂസിലൻഡ് 12ാം സ്ഥാനത്തുമാണ്. നോർഡിക് രാജ്യങ്ങൾ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത് തുടരുന്നു. ഫിൻലാൻഡ്, ഡെൻമാർക്ക്, ഐസ്ലാൻഡ് എന്നിവ ഏറ്റവും സന്തോഷകരമായ 3 രാജ്യങ്ങളുടെ പട്ടികയിലുണ്ട്. അമേരിക്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ ഫ്രീഡം മെഡൽ ഫ്രാൻസിസ് പാപ്പ താൻ അധ്യക്ഷനായിരുന്ന ബ്രൂണസ് അയേഴ്സ് രൂപതയുടെ മെട്രോപൊളിറ്റൻ കത്തീഡ്രലിന് സമ്മാനിച്ചു. ജനുവരിയിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ ബൈഡൻ സ്ഥാനമൊഴിയുന്നതിന് മുമ്പ് പ്രഖ്യാപിച്ച ഉന്നത ബഹുമതി പരിശുദ്ധ പിതാവ് കത്തീഡ്രൽ ദേവാലയത്തിന് കൈമാറുവാൻ തീരുമാനിക്കുകയായിരുന്നു. ഫ്രാൻസിസ് പാപ്പ ലോകത്തിന് നൽകുന്ന നിരവധിയായ സംഭാവനകളെ പരിഗണിച്ച് ബൈഡൻ അവാർഡ് നൽകിയത്. ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷകനായ ഇന്ത്യൻ വംശജൻ ബദർ ഖാൻ സൂരിയെ വാഷിംഗ്ടണിന് സമീപമുള്ള വീട്ടിൽ നിന്നും തിങ്കളാഴ്ച അറസ്റ്റ് ചെയ്തതായി അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ അറിയിച്ചു. സൂരിയെ നാടുകടത്തുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. സൂര്യയുടെ പഠന വിസ റദ്ദാക്കിയതായി അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥൻ അറിയിച്ചു എന്നാണ് റിപ്പോർട്ട്. IOCയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി സിംബാബ്വെ നീന്തൽ താരം ക്രിസ്റ്റി കൊവൻട്രി 131 വർഷത്തെ ചരിത്രത്തിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയെ നയിക്കുന്ന ആദ്യ വനിതയായി മാറിയിരിക്കുകയാണ് ക്രിസ്റ്റി. ബ്രിട്ടന്റെ സെബാസ്റ്റ്യൻ കോ ഉൾപ്പെടെയുള്ള 7 പേരടങ്ങുന്ന ശക്തമായ മത്സരത്തിൽ ആദ്യ റൗണ്ടിൽ തന്നെ മികച്ച വിജയം നേടിയാണ് അവർ കിരീടം നേടിയത്. ആദ്യ റൗണ്ടിലെ 97 വോട്ടുകളിൽ 49 എണ്ണം നേടി അവർ ഭൂരിപക്ഷം നേടി വിജയിക്കുകയായിരുന്നു. അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് ഇന്തോനേഷ്യയിലെ ബാലിയിൽ നിന്നുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി. റിസോർട്ട് ദ്വീപായ ബാലിയിൽ നിന്നുള്ള 7 അന്താരാഷ്ട്ര വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. ദ്വീപ് സമൂഹ രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗത്തുള്ള ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് ആകാശത്തേക്ക് 8 കിലോമീറ്റർ ഇരുണ്ട ചാരം വിതറിയതിനെ തുടർന്നാണ് ഈ നടപടി. 2021 ഏർപ്പെടുത്തിയ ചെന്നായ് വേട്ടയ്ക്കുള്ള നിരോധനം മാറ്റാനൊരുങ്ങി സ്പാനിഷ് പാർലമെന്റ്. സ്പെയിനിന്റെ ഏകദേശം 1.2 ബില്യൺ കിലോഗ്രാം ഭക്ഷ്യപാഴാക്കൽ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഭേദഗതി.
ചെന്നായ്ക്കൾ ഓരോ വർഷവും കൊല്ലുന്ന 14,000 ആടുകളുടെയും കന്നുകാലികളുടെയും ആവശ്യങ്ങളിൽ നിന്ന് 14 ദശലക്ഷം കിലോഗ്രാം മാംസത്തിന്റെ രൂപത്തിൽ ഭക്ഷ്യം പാഴാക്കാൻ ഉണ്ടാകുന്നു എന്ന് ഭേദഗതിയിൽ പറയുന്നു. ഇന്ത്യ സെൻസർഷിപ്പ് പോരാട്ടത്തിൽ ഉള്ളടക്കം നീക്കം ചെയ്തതിന് എക്സ് പ്ലാറ്റ്ഫോം നരേന്ദ്രമോദി സർക്കാരിനെതിരെ കേസ് നൽകി. ഓൺലൈൻ ഉള്ളടക്കം എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ അനുവദിക്കുന്നതിനായി ഇന്ത്യയുടെ IT മന്ത്രാലയം നിയമവിരുദ്ധമായി സെൻസർഷിപ്പ് അധികാരങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ടെന്നും അത്തരം ഉത്തരവുകൾ നടപ്പിലാക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകിയിട്ടില്ലെന്നും എലോൺ മസ്കിന്റെ എക്സ് ആരോപിച്ചു. തുടർന്നാണ് കേസ്. സൗദി അറേബ്യയിൽ നടക്കുന്ന ഫോർമുല 1 റേസിനോടനുബന്ധിച്ച് ജദ്ദ, മക്ക, തായിഫ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ ജീവനക്കാർക്കും അവധി പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റേതാണ് പ്രഖ്യാപനം. ജിദ്ദ സീസൺ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഫോർമുല 1 നടക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഏപ്രിൽ 20, 21 ദിവസങ്ങളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. റമദാനിൽ മക്കയിലെ ഗ്രാൻഡ് മോസ്കിൽ എത്തുന്ന വിശ്വാസികളെ വരവേൽക്കുന്നതിനായി പിരിച്ചിട്ടുള്ളത് 33,000 ആഡംബര പരവതാനികൾ. ഗ്രാൻഡ് മോസ്കിന്റെയും പ്രവാചക പള്ളിയുടെയും സംരക്ഷണ ചുമതലയുള്ള ജനറൽ അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. സൗദി അറേബ്യയിൽ തന്നെ നിർമ്മിച്ചതും ഉന്നത നിലവാരത്തിലുള്ളതുമാണ് ഈ പരവതാനികൾ. UAEയിൽ ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പിലൂടെ ഇന്ത്യൻ പ്രവാസികൾക്ക് നഷ്ടമായത് വൻതുക. 60 വയസ്സ് പ്രായമുള്ള ഇന്ത്യക്കാരിയായ ഒരു വനിതാ ഡോക്ടറാണ് ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പിലൂടെ 1,20,000 ദിർഹം നഷ്ടമായത്. ശസ്ത്രക്രിയ നടത്തുന്നതിനിടെയാണ് ക്രെഡിറ്റ് കാർഡിലൂടെ ഇടപാടുകൾ നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. 14 അനധികൃത ഇടപാടുകളാണ് നടന്നത്. ഇനിയൊരു ഇടവേള. തിരികെ വാർത്തകളിലേക്ക്. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. കർണാടകയിലെ 48 MLAമാർ ഹണി ട്രാപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി സഹകരണ വകുപ്പ് മന്ത്രി KN രാജണ്ണ. ഭരണ പ്രതിപക്ഷ MLAമാർ ഇതിൽ ഉൾപ്പെടുന്നു. ദേശീയ പാർട്ടിയിലെ MLAമാരും ഹണി ട്രാപ്പിന് ഇരയായി. തനിക്ക് നേരെയും ഹണി ട്രാപ്പിന് ശ്രമം നടന്നെന്ന് രാജണ്ണ നിയമസഭയിൽ വെളിപ്പെടുത്തി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ പുഷ്പോത്സവത്തിന് ഊട്ടിയിൽ മെയ് 16 തുടക്കമാകും. ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിൽ 127ാമത് പുഷ്പമേളയാണ് ഈ വർഷം നടക്കുന്നത്. നീലഗിരി ജില്ലയിലെ കൊത്തിഗിരി നെഹ്റു പാർക്കിൽ മേളയുടെ തുടക്കം കുറിച്ചു. മെയ് 3, 4 തീയതികളിൽ 13ാമത് വെജിറ്റബിൾ ഷോ നടത്തും. കൊത്തഗിരിയിലും ഊട്ടിയിലും വിളയുന്ന പ്രധാന പച്ചക്കറി ഇനങ്ങൾ, അവയുടെ വിത്തുകൾ, ചെടികൾ തുടങ്ങിയവയെല്ലാം പ്രദർശനത്തിനുണ്ടാകും. ഇനി കേരള ഹൈലൈറ്റ്സ്. ലോക്സഭ മണ്ഡല പുനർനിർണയ വിഷയത്തിൽ തമിഴ്നാടിനും മുഖ്യമന്ത്രി MK സ്റ്റാലിനുമൊപ്പം കൈകോർക്കാൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാളെ നടക്കുന്ന പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി ചെന്നൈയിലെത്തി. കേന്ദ്രത്തിനെതിരായ DMK പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രിക്ക് CPM കേന്ദ്ര നേതൃത്വം നേരത്തെ അനുമതി നൽകിയിരുന്നു. മണ്ഡല പുനർനിർണയ നീക്കം കൂടാതെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്ന സ്റ്റാലിന്റെ ആവശ്യം ന്യായമാണെന്ന് CPMന്റെ നിലപാട്. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 111.67 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 86.24 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 93.45 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.29 US ഡോളർ. ഇനി സ്പോർട്സ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടമുയർത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വമ്പൻ പാരിതോഷികം പ്രഖ്യാപിച്ച BCCI. ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടം നേടിയ ഇന്ത്യൻ ടീമിന് 58 കോടി രൂപയാണ് BCCI പാരിതോഷികമായി പ്രഖ്യാപിച്ചത്. ചാമ്പ്യൻസ് ട്രോഫി ജേതാക്കൾക്ക് 20 കോടി രൂപയാണ് BCCI പാരിതോഷികമായി നൽകിയത്. ചാമ്പ്യൻസ് ട്രോഫി സമ്മാന തുകയേക്കാൾ ഏകദേശം 3 ഇരട്ടിയാണ് BCCI പ്രഖ്യാപിച്ച പാരിതോഷികം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളത്തിൽ തീപിടുത്തത്തെ തുടർന്ന് വിമാന ഗതാഗതം തടസ്സപ്പെട്ടു. ലോകമെമ്പാടുമുള്ള എയർലൈൻസുകളുടെ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിൽ. ഹീത്രോ വിമാനത്താവളം വെള്ളിയാഴ്ച മുഴുവൻ അടച്ചിടും. മിഡ്വെസ്റ്റിലും മധ്യ US-ലുമുള്ള നിരവധി സംസ്ഥാനങ്ങളിലും കനത്ത നാശം വിതച്ച് കൊടുങ്കാറ്റ്. പിന്നാലെ കനത്ത മഞ്ഞുവീഴ്ചയും ഇടിമിന്നലും. ഉക്രൈനിലെ വെടിനിർത്തൽ സാധ്യമാക്കാൻ കൂടുതൽ ഉപരോധങ്ങളിലൂടെ റഷ്യയിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള നീക്കവുമായി യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ. ഇടഞ്ഞ് ഹംഗറി. ഉക്രൈനുമായുള്ള സമാധാന കരാർ ലംഘിച്ചാൽ വ്ളാഡിമിർ പുടിൻ കഠിനമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. മുന്നറിയിപ്പുമായി UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. തിങ്കളാഴ്ച സൗദിയിൽ US പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വ്ളാഡിമിർ സെലൻസ്കി. റഷ്യൻ സൈന്യത്തിന്റെ ആക്രമണങ്ങളിൽ നിന്നും ഒഴിവാക്കേണ്ട ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളുടെ പട്ടിക നൽകും. ഗാസയിൽ വ്യാഴാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന്റെ മരണസംഖ്യ 100 കടന്നതായി റിപ്പോർട്ട്. കരയുദ്ധവും കടുപ്പിച്ച് ഇസ്രായേൽ. അമേരിക്കയിൽ മുട്ടക്ഷാമം രൂക്ഷം. US-ന് മുട്ടയിൽ പണികൊടുത്ത ഫിൻലാൻഡ്. ലോകത്തിലെ ഏറ്റവും സന്തോഷകരമായ 10 രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് ഓസ്ട്രേലിയ പുറത്തേക്ക്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ പുഷ്പോത്സവത്തിന് ഊട്ടിയിൽ മെയ് 16 തുടക്കം.
ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.